ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും ബാല്യപാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകിയ ഒരു മഹത് പ്രസ്ഥാനത്തിലേക്കാണ് സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. കാലം ഒരു 250 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു ചെറിയ ക്ലാസ് റൂം. ആ ക്ലാസ്സാണ് പിന്നീട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുന്നത്. പ്രത്യേകിച്ച് അവരുടെ ആത്മീയ ജീവിതത്തിന് അവർക്ക് എഴുതുവാനും വായിക്കുവാനുമുള്ള പ്രത്യേക പഠനങ്ങൾ നൽകുന്നു. ഒപ്പം നല്ലതും ചീത്തയും തിരിച്ചറിയുവാനുള്ള വിവേകങ്ങൾ അവർക്ക് പകർന്നു നൽകുന്നു. നമ്മുടെ എല്ലാം ഓർമ്മകളിൽ മായാതെ നിൽക്കുന്ന ഒരിടമുണ്ട്. ഞായറാഴ്ചകളിൽ കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും പോയിരുന്ന നമ്മുടെ സൺഡേ സ്കൂൾ. വെറുമൊരു മതപഠന കേന്ദ്രമായി മാത്രം സൺഡേ സ്കൂളിനെ നമുക്ക് കാണാൻ കഴിയില്ല. അതിനൊരു വലിയ ചരിത്രമുണ്ട്. ഒരു പത്രപ്രവർത്തകൻ്റെ മനസ്സിലുദിച്ച ഒരു ചെറിയ ആശയം ഒരു വലിയ സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്തി. അത് പതുക്കെ പതുക്കെ ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഭകളുടെയും വിശ്വാസികളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ ദൈനംദിന ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറി. സൺഡേ സ്കൂൾ, അതിൻ്റെ ചരിത്രം, അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഇന്നത്തെ ലോകത്ത് അതിനുള്ള പ്രസക്തി, നമുക്ക് സൺഡേ സ്കൂളിൻ്റെ പാതയിലൂടെ ആരംഭങ്ങൾ അന്വേഷിച്ച് ഒരു യാത്ര തുടങ്ങാം. സൺഡേ സ്കൂളിൻ്റെ കഥ ആരംഭിക്കുന്നത് 1780 ഇംഗ്ലണ്ടിലെ ഗ്ലോസെസ്റ്റർ എന്ന പട്ടണത്തിലാണ്. അക്കാലത്ത് ഇംഗ്ലണ്ടിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, വ്യാവസായിക വിപ്ലവം. ഫാക്ടറികൾ വളർന്നപ്പോൾ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ആഴ്ചയിലെ 6 ദിവസവും കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നു. അവർക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അവരിൽ മിക്കവർക്കും അക്ഷരാഭ്യാസം പോലും ഉണ്ടായിരുന്നില്ല. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ധാർമ്മികമായ വിദ്യാഭ്യാസം ലഭിക്കാത്തതുകൊണ്ട് അവരിൽ പലരും തെറ്റായ വഴികളിലേക്ക്, വളരെ മോശമായ വഴികളിലേക്ക് തിരിഞ്ഞിരുന്ന ഒരു കാലം. ഈ കുട്ടികളുടെ ദുരിതം അത് കണ്ട ഒരു പത്രപ്രവർത്തകനാണ് റോബർട്ട് റൈക്സ്. ഒരു പക്ഷേ നിങ്ങൾ പലരും അദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുൻപേ കേട്ടിട്ടുണ്ടായിരിക്കാം. തൻ്റെ പത്രത്തിൽ ഈ കുട്ടികളുടെ ദുരിതത്തെക്കുറിച്ച് എഴുതിയിരുന്ന അദ്ദേഹം ഒരു ദിവസം, ഒരു ഞായറാഴ്ച, അവർ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും മോശമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതും കണ്ടു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരാശയം ഇങ്ങനെ ഉദിച്ചത്. എന്തുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ഞായറാഴ്ച, അവർക്ക് വിദ്യാഭ്യാസം നൽകിക്കൂടാ? അങ്ങനെ അദ്ദേഹം ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്ത് കുറച്ച് സ്ത്രീകളെ അധ്യാപകരായി നിയമിച്ചു. ഈ അധ്യാപകർക്ക് ആഴ്ചയിൽ 1 ഷില്ലിംഗ് എന്ന ചെറിയ ഒരു തുക ശമ്പളമായി നൽകി. ഈ അധ്യാപകർ കുട്ടികളെ അവരുടെ വീടുകളിലിരുത്തി അക്ഷരങ്ങളും കണക്കും ഒപ്പം വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങളും പഠിപ്പിച്ചു. ഞായറാഴ്ചകൾ നടക്കുന്ന ക്ലാസ്സുകളായതുകൊണ്ട് ഇതിനൊരു പേരുണ്ടായി, സൺഡേ സ്കൂൾ എന്ന്. അവർ ബൈബിൾ ഒരു പാഠപുസ്തകമായി ഉപയോഗിച്ചു. കാരണം ബൈബിൾ വായിക്കാൻ പഠിക്കുന്നത് അക്ഷരാഭ്യാസം നേടുന്നതിന് തുല്യമായി അവർ പരിഗണിച്ചു. കൂടാതെ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുവാനും ഈ പഠനം സഹായിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ ഈ സംരംഭത്തിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. എങ്കിലും ഈ സ്കൂളുകൾ കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ
ആളുകളുടെ കാഴ്ചപ്പാടുകളും മാറി തുടങ്ങി. റോബർട്ട് റൈക്സ് തൻ്റെ പത്രമായ ഗ്ലോസസ്റ്റർ ജേണൽ വഴി ഈ സംരംഭത്തെക്കുറിച്ച് എഴുതിയപ്പോൾ ഈ ആശയം വളരെ വേഗത്തിൽ ഇംഗ്ലണ്ടിൽ ഉടനീളം പ്രചരിച്ചു. 1785 ഇംഗ്ലണ്ടിലുടനീളം ഏകദേശം 2,50,000 കുട്ടികൾ സൺഡേ സ്കൂളിൽ ചേർന്നു എന്നത് എത്ര വലിയ ചരിത്രമാണ്. സൺഡേ സ്കൂൾ ഇംഗ്ലണ്ടിൽ ഒരു വലിയ വിജയം തന്നെയായിരുന്നു. പതുക്കെ പതുക്കെ ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വ്യാപിക്കുവാൻ തുടങ്ങി. അമേരിക്കയിൽ സൺഡേ സ്കൂൾ വലിയ സ്വാധീനം തന്നെ ചെലുത്തി. 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖ സുവിശേഷകനായിരുന്ന ഡൊയറ്റ് എൽ മൂഡി അഥവാ D.L. മൂഡിയെപ്പോലെ ഉള്ളവർ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന കുട്ടികളെ പഠിപ്പിക്കുവാനും വിശ്വാസത്തിൽ വളർത്തുവാനും സൺഡേ സ്കൂൾ കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ തുടങ്ങി. അവരുടെ പ്രസ്ഥാനത്തിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിക്കുവാൻ ഇടയായി. ഈ കാലഘട്ടത്തിലാണ് അമേരിക്കയിൽ സൺഡേ സ്കൂൾ വളർന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിലും കേരളത്തിലുമുള്ള വളർച്ചയെക്കുറിച്ച് അല്പമായി നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യയിൽ സൺഡേ സ്കൂൾ എന്ന ആശയം എത്തിയത് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിരുന്ന ആർച്ച് ബിഷപ്പ് തോമസ് മോറിലൂടെയാണ് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. പിന്നീട് കേരളത്തിൽ പല മിഷണറിമാരും സഭാപിതാക്കന്മാരും സൺഡേ സ്കൂളുകൾ ആരംഭിക്കുവാൻ തുടങ്ങി. വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു പ്രധാന മാർഗമായി അത് മാറാൻ തുടങ്ങി. തുടക്കത്തിൽ വിദ്യാഭ്യാസം ഒരാവശ്യ സേവനമായി മാറിയപ്പോൾ സൺഡേ സ്കൂളിൻ്റെ പ്രാഥമിക ലക്ഷ്യം മാറുവാൻ തുടങ്ങി. എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന് പകരം അത് ബൈബിൾ പഠനത്തിനും പാട്ടുകൾ പാടുന്നതിനും വിശ്വാസത്തിൽ വളരുന്നതിനും കൂടുതൽ ഊന്നൽ നൽകി. ഇന്ന് നമ്മൾ കാണുന്ന സൺഡേ സ്കൂളിൻ്റെ രൂപം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. പ്രിയരെ, നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ അടിത്തറയാണ്. എത്ര വലിയ വീടായാലും എത്ര മനോഹരമായ വീടായാലും അതിന് ഒരു ഉറച്ച അടിത്തറയില്ലെങ്കിൽ, അടിസ്ഥാനമില്ലെങ്കിൽ അത് നിലനിൽക്കുകയില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. എത്ര ഉയർന്ന നിലയിൽ എത്തിയാലും നമ്മുടെ ജീവിതത്തിന് ഒരു ഉറച്ച ആത്മീയ അടിത്തറ ഇല്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങളിലും പ്രതിസന്ധികളിലും തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. സൺഡേ സ്കൂൾ കുട്ടികൾക്ക് നൽകുന്നത് ഈ ആത്മീയ അടിത്തറയാണ്. ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെക്കുറിച്ച് അറിയുവാനും ദൈവവചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു സൺഡേ സ്കൂളിലൂടെ. ഒരു കൊച്ചുകുട്ടി ദൈവത്തെക്കുറിച്ചും ബൈബിൾ കഥകളെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും പഠിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഒരു വേരുപോലെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു. ഈ ആത്മീയ അടിത്തറ ജീവിതത്തിലെ പല കാര്യങ്ങളിലും അവരെ സഹായിക്കും. പ്രത്യേകിച്ച് അവരുടെ വിവേകതലം, നല്ലതും ചീത്തയും തിരിച്ചറിയുവാൻ ഈ ആത്മീയ ബോധം അവരെ സഹായിക്കും. അവരുടെ സമാധാനത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്ക്, അവരുടെ ശാന്തമായ മനസ്സിന് പ്രധാനപ്പെട്ടൊരു പങ്ക് സൺഡേ സ്കൂൾ നൽകുന്നുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഈ ആത്മീയ അടിത്തറ അവർക്ക് ആശ്വാസവും ആവേശവും പ്രത്യേകിച്ച് സമാധാനവും നൽകുവാൻ കാരണമായി തീരും. കുട്ടികളുടെ വളർച്ച, ഒരു ചെടിക്ക് വളരാൻ വെള്ളവും വെളിച്ചവും ആവശ്യമാണ്, നമുക്കറിയാം. അതുപോലെ ഒരു കുട്ടിക്ക് വിശ്വാസത്തിൽ വളരാൻ സൺഡേ സ്കൂൾ പോലുള്ള ഇടങ്ങളും ആവശ്യമുണ്ട്. ഇതൊരു ചെറിയ അടിത്തറ അല്ല, മറിച്ചൊരു വലിയ ഗോപുരം പണിയുവാനുള്ള ആഴത്തിലുള്ള ഒരടിത്തറയാണ്. ഒരു കുട്ടിക്ക് സൺഡേ സ്കൂൾ നൽകുന്ന ആത്മീയ അടിത്തറയ്ക്ക് പല തലങ്ങളുണ്ട്. അതേക്കുറിച്ച് നമുക്കിനി ചിന്തിക്കാം. വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ,
സൺഡേ സ്കൂളിൽ നിന്നാണ് കുട്ടികൾ ദൈവത്തെക്കുറിച്ചുള്ള അടിസ്ഥാന സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. ദൈവം ആരാണ്, ബൈബിൾ എന്താണ്, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. ഈ അറിവാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പടി. അതുകൊണ്ട് തന്നെ ഇതര സഭകൾ സൺഡേ സ്കൂളിൻ്റെ ക്രമമായ പഠിപ്പിക്കലുകൾക്ക് വ്യത്യസ്തമായ നല്ല സിലബസുകൾ അവർ ക്രമീകരിക്കുന്നത്. ഇനി ആരാധന അനുഭവങ്ങളിലേക്ക് സൺഡേ സ്കൂൾ അവരെ കരം പിടിച്ച് നയിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പാട്ടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒരു ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. ക്ലാസ്സിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ പല വിഭാഗങ്ങളിൽപ്പെട്ടവർ, സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകളുള്ളവർ, വിശ്വാസസംബന്ധമായിട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉള്ളവർ, കുടുംബങ്ങളിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായവർ, അവരെല്ലാവരും ഒരു സൺഡേ സ്കൂളിൽ ഒത്തുചേരുന്നുണ്ട്. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു കൂട്ടായ്മയുടെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല സൗഹൃദങ്ങൾ സൺഡേ സ്കൂൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതും ഇവിടെ പറയേണ്ടതുണ്ട്. ഈ അനുഭവം അവരുടെ ജീവിതത്തിലുടനീളം അവർക്കൊരാശ്വാസം തന്നെയായിരിക്കും. ഒരുപാട് സഭകളിൽ സൺഡേ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ കൂടി കാര്യക്ഷമമായി ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സാമൂഹ്യ ബന്ധത്തിൻ്റെ പ്രാധാന്യം നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സൺഡേ സ്കൂളുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് വിശ്വാസം എന്നത് ഒറ്റപ്പെട്ട ഒരു കാര്യമല്ല എന്നാണ്, അത് ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നും അധ്യാപകരും സുഹൃത്തുക്കളുമായി അവർക്ക് ബന്ധപ്പെടാനും പരസ്പരം താങ്ങും തണലുമായിരിക്കുവാനും അവർക്ക് അവസരം ലഭിക്കുമെന്നും അവർ ബോധ്യപ്പെടുന്നു. ഇതവർക്ക് സമൂഹത്തിൽ ഉത്തരവാദിത്ത ബോധ്യത്തോടുകൂടെ പെരുമാറാൻ പഠിപ്പിക്കുന്ന നല്ല ഒരു കാലയളവാണ്. മാത്രമല്ല, നല്ല മാതൃകകൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടായി വരാനും സൺഡേ സ്കൂൾ കാരണമാകുന്നുണ്ട്. സൺഡേ സ്കൂളിലെ അധ്യാപകർ വെറും പാഠങ്ങൾ പഠിപ്പിക്കുകയല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിലൂടെ ആത്മീയ മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ തീർക്കുവാനും അവർക്ക് ഒരു വഴികാട്ടിയെ ലഭിക്കുന്നു. ഇങ്ങനെയുള്ള ആഴത്തിലുള്ള അറിവും അനുഭവവുമാണ് സൺഡേ സ്കൂൾ കുട്ടികൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ ജീവിതത്തിന് ഒരു ഉറച്ച ആത്മീയ അടിത്തറ ഉണ്ടാക്കി കൊടുക്കുമെന്ന് നമ്മൾ മുന്നമേ ചിന്തിച്ചു. പ്രിയരെ, അക്ഷരാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സൺഡേ സ്കൂളിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇന്ന് എല്ലാ കുട്ടികൾക്കും സ്കൂൾ വിദ്യാഭ്യാസം സമൃദ്ധമായി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നും സൺഡേ സ്കൂളിന് പ്രസക്തി ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചേക്കാം. തീർച്ചയായും ഉണ്ട്. അതിനുള്ള കാരണങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. കഥകളിലൂടെയുള്ള ആത്മീയ പഠനം, ജെൻ സി, ആൽഫ ജനറേഷൻ, അത് കഴിഞ്ഞ് ബീറ്റ ജനറേഷനിലാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. പൂർണ്ണമായും AI സ്വാധീനത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. മാത്രമോ, ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനം, മാധ്യമങ്ങളുടെ അമിതമായ ഇടപെടലുകൾ, ഇവയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വല്ലാത്തൊരു തലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഥകളിലൂടെ ആത്മീയ പഠനങ്ങൾ അവർക്ക് ലഭിക്കുമ്പോൾ അവരുടെ മനസ്സ് ധാർമ്മിക മൂല്യങ്ങളിലേക്ക് പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ബൈബിൾ കഥകളിലൂടെ കുട്ടികൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ഒരു പ്രത്യേക പരിശീലനം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഉദാഹരണമായി യോസഫിൻ്റെ കഥ. യോസഫിനെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ വെറുത്തു, അടിമയായി വിറ്റു. എങ്കിലും അവൻ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടും അവൻ അവരോട് ക്ഷമിച്ചു. ഈ കഥ വളരെ തന്മയത്വത്തോടുകൂടി ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ തങ്ങളുടെ മുമ്പിലിരിക്കുന്ന സൺഡേ സ്കൂൾ കുട്ടികൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ
ഒരു കുട്ടിയെ ആ കഥ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ നമ്മെ ആരെങ്കിലും ചതിച്ചാൽ പോലും, നമ്മെ ദ്രോഹിച്ചാൽ പോലും പ്രതികാരം ചെയ്യരുത്, മറിച്ച് ക്ഷമിക്കണം എന്നും സത്യസന്ധമായി ജീവിച്ചാൽ ദൈവം നമ്മെ ഉയർത്തും എന്നുമാണ്. ഇനി ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥയെടുത്താലോ? ഗോലിയാത്ത് എന്നു പേരുള്ള അതിഭീമാകാരനായ ഒരു ഭീകരനെ ഇസ്രായേൽ സൈന്യം മുഴുവനും ഭയന്നിരുന്ന ഒരു കാലം. പക്ഷേ സംഗീത സ്നേഹിയായിരുന്ന ദാവീദ് എന്ന ആ കൊച്ചു ആട്ടിടയന് ആ ഗോലിയാത്ത് എന്ന ഭീകരനെ തെല്ലും ഭയമുണ്ടായിരുന്നില്ല. അവന് തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം വളരെ വലുതായിരുന്നു. അവനൊരു കൊച്ചു കവണയും 5 കല്ലുകളുമായി ഗോലിയാത്തിനെ നേരിട്ടു. ആ കഥയും വളരെ ഭംഗിയായി അതിൻ്റെ സൗന്ദര്യത്തോടുകൂടെ, ആ ഫീലോടുകൂടി അധ്യാപകർ കുട്ടികളെ സൺഡേ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആ കഥ അവർ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഭയപ്പെടരുത്. ദൈവത്തിൽ വിശ്വസിച്ചാൽ ഏതു വലിയ പ്രതിസന്ധിയെയും നമുക്ക്, അല്ലെങ്കിൽ എനിക്ക് അതിജീവിക്കുവാൻ കഴിയും എന്നാണ്. ഇനി നല്ല ശമരിയക്കാരൻ്റെ കഥ എടുത്താലോ? ഒരു വഴിപോക്കൻ മർദ്ദനമേറ്റ് വഴിയിൽ കിടന്നപ്പോൾ ഒരു പുരോഹിതൻ, പിന്നെ ഒരു ലേവ്യൻ അവനെ കണ്ടിട്ടും സഹായിക്കാതെ കടന്നുപോയി. ഇതിൽ പുരോഹിതൻ ആര് എന്ന്, ലേവ്യൻ ആര് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനിടയിൽ അവർ പഠിക്കുന്നുണ്ട്. തുടർന്ന് ഒരു ശമരിയക്കാരൻ. ആരാണ് ഈ ശമരിയക്കാരൻ? യഹൂദന്മാർക്ക് നേരെ എതിരെയുള്ള ഒരു ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യൻ. യഹൂദന്മാർ പൂർണ്ണമായും വെറുത്തിരുന്ന വിഭാഗത്തിലെ ഒരു മനുഷ്യൻ. ആ ശമരിയക്കാരൻ അവനെ സഹായിക്കുകയും പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് ആ കുട്ടികൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അയൽക്കാരൻ ആരാണ് എന്നാണ്. യാതൊരു വിഭാഗീയതയുമില്ലാതെ നമ്മുടെ അടുത്തുള്ളവരെ സ്നേഹിക്കണമെന്ന വലിയ പാഠം അന്ന് അവർ പഠിച്ചു സൺഡേ സ്കൂളിലൂടെ. സഹാനുഭൂതിയോടെ ജീവിക്കണം എന്നുള്ള മനോഭാവം അവരിൽ വളർന്നു വരുന്നത് ഇത്തരം ക്ലാസ്സുകളിലൂടെയല്ലേ? ഈ കഥകളിലൂടെയാണ് സൺഡേ സ്കൂൾ കുട്ടികളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും വിത്തുകൾ വിതയ്ക്കുന്നത്. അതാണ് സൺഡേ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. കാരണം ഈ പാഠങ്ങൾ അവർ വലുതാകുമ്പോൾ അവർ എടുക്കുന്ന തീരുമാനങ്ങളെയും അവർ പെരുമാറുന്ന രീതികളെയും തീർച്ചയായും സ്വാധീനിച്ചിരിക്കും. അതവരുടെ ആത്മീയ വളർച്ചയ്ക്ക് നിശ്ചയമായും കാരണമാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, സമൂഹവുമായി ബന്ധപ്പെടാനുള്ള അവസരത്തെക്കുറിച്ചും സൺഡേ സ്കൂൾ കാര്യമായി കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇന്ന് പല കുട്ടികളും മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലുമായി ഒതുങ്ങിക്കൂടുകയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. സൺഡേ സ്കൂൾ അവർക്ക് പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുവാനും ഒരു സമൂഹത്തിൻ്റെ നല്ല ഭാഗമായി മാറുവാനും അവസരം നൽകുന്നുണ്ട്. ഇനി അവിടെ ആത്മീയ അടിത്തറ, അത് വളരെ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഒരു ശക്തമായ ആത്മീയ അടിത്തറ ലഭിക്കുന്ന ആ നല്ല നിമിഷങ്ങൾ നമ്മൾ വിസ്മരിച്ചുകൂടാ. ഒരു കേവലം പത്രപ്രവർത്തകൻ്റെ മനസ്സിലുദിച്ച ഒരു ചെറിയ ആശയം ഇന്ന് ലോകത്തെ സ്വാധീനിച്ച ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. സൺഡേ സ്കൂൾ കേവലം ഒരു സ്ഥാപനമല്ല, അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ കഥയാണ്. ഇന്ന് ലോകം മാറിക്കഴിഞ്ഞു. സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. എങ്കിലും സൺഡേ സ്കൂളിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല, മറിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അറിവിനേക്കാൾ ഉപരിയായി വിവേകവും ധാർമ്മിക മൂല്യങ്ങളും സ്നേഹവും സഹാനുഭൂതിയും പഠിപ്പിക്കുവാനുള്ള ഒരിടം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് തീർച്ചയായും ആവശ്യമാണ്. ഒരു സ്മാർട്ട് ഫോണിനോ ഒരു കമ്പ്യൂട്ടറിനോ ഒരിക്കലും പഠിപ്പിക്കുവാൻ കഴിയാത്ത ചില പാഠങ്ങളുണ്ട്. സ്നേഹത്തോടെ ഒരുമിച്ച് പാട്ടുപാടുന്നത്, ഒരുമിച്ച് ബൈബിൾ കഥകൾ അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്, ഈ അനുഭവങ്ങൾ ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയും. സൺഡേ സ്കൂൾ ഇന്നും ഈ വൈകാരികവും
ആത്മീയവുമായ ബന്ധത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. മാറിയ കാലഘട്ടത്തിനനുസരിച്ച് സൺഡേ സ്കൂളുകളും മാറുന്നുണ്ട്. അവർ പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി പുതിയ പഠന രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ, സംവേദനാത്മക കളികൾ, വീഡിയോകൾ, ഡിജിറ്റൽ പാഠങ്ങൾ എന്നിവയെല്ലാം ഇന്ന് സൺഡേ സ്കൂളിൽ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾ കൂടുതൽ ആകർഷകമായ രീതിയിൽ ബൈബിൾ സന്ദേശം പഠിക്കുവാൻ ഇത് സഹായവും ആകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ കാണിക്കുന്നത് സൺഡേ സ്കൂൾ എന്നത് ഒരു പഴയ പ്രസ്ഥാനം അല്ല, മറിച്ച് പുതിയ തലമുറയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ചലനാത്മകമായ പ്രസ്ഥാനമാണ് എന്നാണ്. നിങ്ങളുടെ കുട്ടിക്ക് വിശ്വാസത്തിൻ്റെ നല്ല മൂല്യങ്ങൾ പകർന്നു നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സൺഡേ സ്കൂൾ തീർച്ചയായും ഒരു മികച്ച ഉപാധിയാണ്. നിങ്ങളുടെ കുട്ടിയെ സൺഡേ സ്കൂളിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ അവരെ ബൈബിൾ കഥകൾ പഠിപ്പിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിന് ഒരു ശക്തമായ ആത്മീയ ധാർമ്മിക അടിത്തറ ഉണ്ടാക്കി കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. സൺഡേ സ്കൂളിലൂടെ പഠിപ്പിക്കുന്ന നല്ല ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സ്നേഹവും സമാധാനവും ഇനിയും വളർത്തും. എല്ലാ വർഷവും നവംബർ മാസത്തിൽ അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തിൻ്റെ ആഘോഷങ്ങൾ സഭാവ്യത്യാസമന്യേ ക്രമീകരിക്കപ്പെടുന്നുണ്ട്. വിവിധ പ്രോഗ്രാമുകളിലൂടെ, പ്രത്യേകിച്ച് ചില സഭകൾ ഒരാഴ്ച ഉടനീളം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷ പരിപാടികൾ, ആത്മീക കൂട്ടായ്മകൾ, വിവിധ പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളൊക്കെ ചേർത്ത്, പിന്നെയോ ഒരു വലിയ വർണ്ണശബളമായ ഘോഷയാത്ര ഒക്കെ ചേർത്ത് അഖില ലോക സൺഡേ സ്കൂൾ ദിന റാലി ഇന്നും ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ ആ സൺഡേ സ്കൂളിൻ്റെ ഇന്നത്തെ പ്രാധാന്യം തീരെ കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയരെ, ഇനിയും സൺഡേ സ്കൂൾ എന്ന ആ വലിയ പ്രസ്ഥാനത്തിലൂടെ ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീക പാഠങ്ങൾ പഠിക്കട്ടെ. അവർ സ്നേഹത്തിലും സമാധാനത്തിലും വളരട്ടെ. സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും പഠിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി മാറട്ടെ. സമയത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി പുതിയ ഒരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.